ഇന്നെനിക്ക് ഹോസ്പിറ്റലിൽ ബ്ലഡ് ടെസ്റ്റിന് പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ. വൈകുന്നേരം ഇപ്പോൾ ഒരു 4 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ചെന്നാൽ മതി, 24 hours ഹോസ്പിറ്റൽ ലാബായതുകൊണ്ട് എപ്പോഴെങ്കിലും ചെന്ന് ബ്ലഡ് എടുത്ത് കൊടുത്താൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ മുടി കാണുമ്പോൾ ഭയങ്കര സങ്കടം. കാരണം ഇവിടുത്തെ വെള്ളം കൊണ്ട് എൻ്റെ മുടി മുഴുവൻ പോയി, എന്തോ പോലെ ആയിപ്പോയി. നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്, മുടിയുടെ ഉള്ളെല്ലാം പോയി കോലാപ്പിയായി കേട്ടോ. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നും, എന്നാലും സാരമില്ല. നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ശരിയാവാറുണ്ട് കേട്ടോ. ഇത്രയും ഒരു ചീവലിൽ നിന്ന് തന്നെ ഇത്രയും മുടി കിട്ടുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ സങ്കടം വരും. അങ്ങനെ ലാസ്റ്റ് ഞാൻ അവസാനം ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ക്യാബ് വരാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് സമയം എടുക്കും. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ കയറി വരാൻ പാടാണ്, വഴിയൊക്കെ കുറച്ച് ഇടുങ്ങിയത്. അപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് പോയി നിൽക്കണം. അപ്പോൾ ഞങ്ങൾ ക്യാബിൽ കയറി കേട്ടോ. ഇതാണ് നമ്മൾ രാത്രിക്കൊക്കെ നടക്കാൻ വേണ്ടി വരുന്ന സ്ഥലം. പകലൊന്നും ഞാനിതിൽ അങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷെ വീഡിയോയ്ക്ക് അത് ഞാൻ കാണിച്ചിട്ടില്ല. നേരത്തെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതിലേക്ക് നടക്കാൻ വേണ്ടി വരുമായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെ വെളിയിലേക്ക് രാത്രി സമയങ്ങളിൽ മാത്രമേ ഇറങ്ങാറുള്ളൂ കേട്ടോ, അതുകൊണ്ട് വരാറൊന്നുമില്ല. അപ്പോൾ ഇപ്പം തന്നെ സമയം 4:30 ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് താമസിച്ചുകൊണ്ട് കേട്ടോ ഇത്രയും നേരം പോയി പോകുന്നത്. അപ്പോൾ ഇനിയൊരു ട്രാഫിക്കാണ് ഇവിടെ, എപ്പോഴും നല്ല തിരക്ക്. ഈ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സമയം നല്ല മിക്ക സമയങ്ങളിലും ഇവിടെ ഇങ്ങനെ ഈ ട്രാഫിക് ബ്ലോക്കൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ പണ്ട് താമസിച്ച ഒരു സ്ഥലമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോവാം കേട്ടോ. അപ്പോഴത്തേക്കും ട്രാഫിക്കായി. ഇനി ഇവിടെ എത്ര നേരം അധികം നേരം കിടക്കേണ്ടി വരത്തൊന്നുമില്ല, എന്നാലും എനിക്ക് മടുപ്പ്. നമ്മളൊരു കാര്യത്തിൽ ഇറക്കി പെട്ടെന്ന് ആ സ്പോട്ടിൽ ചെല്ലണമല്ലോ. എനിക്കിവിടുത്തെ ഏറ്റവും എനിക്ക് മടുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഈ വണ്ടി ഈ ട്രാഫിക്കിൽ കിടക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ ട്രാഫിക്കൊക്കെ കഴിയാറായി എന്ന് തോന്നുന്നു. ഇപ്പോഴത്തേക്കും പച്ച കത്തുമായിരിക്കും. പച്ച കത്തിയോ ഇല്ല. അപ്പോൾ ഇപ്പം തന്നെ വണ്ടി എടുക്കാം. എനിക്ക് പേടിയെന്ന് വെച്ചാൽ അവിടെ ചെല്ലാൻ താമസിക്കുമോ എന്നായിരുന്നു. പക്ഷെ അധികം ദൂരം ഇല്ല കേട്ടോ ഹോസ്പിറ്റലിലേക്ക്, ഒരു 10-20 മിനിറ്റേ ഉള്ളൂ. പിന്നെ ഈ ട്രാഫിക് ബ്ലോക്കൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം. അങ്ങനെ ട്രാഫിക് ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി മുന്നോട്ടെടുത്തു കേട്ടോ. ഇതിലേ നോക്കുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ കാണാൻ കിട്ടും. പക്ഷേ വണ്ടി നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞ റൂട്ട് എനിക്ക് കറക്റ്റായിട്ട് ഇതുവരെ പിടികിട്ടിട്ടില്ല, അതിൻ്റെ ആണോന്ന് എനിക്കറിയത്തില്ല. എവിടെയോ നോക്കുമ്പോൾ ആദ്യമായിട്ട് വന്നപ്പോൾ ഹോസ്പിറ്റൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കണ്ടായിരുന്നു. അതാണ് ഞാൻ വീണ്ടും ഇതിനെ നോക്കാൻ കാരണം. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല, ഹോസ്പിറ്റലൊന്നും ഞാൻ കാണുന്നില്ല. കാണാമായിരുന്നു, അതാണ് ഞാൻ നോക്കിയത്. പക്ഷേ വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത്. ഈ കെട്ടിടങ്ങളുടെയൊക്കെ ഇടയ്ക്കൂടെ എവിടെയാണ് കേട്ടോ. അതാണോ? അതല്ല, അത് അപ്പോളോ ഹോസ്പിറ്റലാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല അവിടെ എവിടെയുണ്ട് അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് അടുത്തായിട്ട്. അപ്പോൾ അടുത്ത് ട്രാഫിക് വന്നിട്ടുണ്ട്, സിഗ്നലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം തന്നെ എത്തുവേ. ഇപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, അതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവിടെ എത്താറാവും. ഇതിൻ്റെ അപ്പുറത്ത് നേരെ നോക്കുമ്പോൾ അതിൻ്റെ പുറകിലായിട്ട് ആ കാണുന്ന അപ്പോളോ ഹോസ്പിറ്റൽ, അതിൻ്റെ ബാക്കിലായിട്ടാണ് ഞാൻ കാണുന്ന ഹോസ്പിറ്റൽ. അപ്പോൾ എനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്കിഷ്ടം, ഇവിടെ ഇങ്ങനെ പ്രതിമകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഇതിനകത്ത് കയറാൻ പറ്റുമെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇതിനെ നടക്കുന്നത്, പക്ഷേ ഇതിവിടെ ഇറങ്ങേണ്ട ഒരു സാഹചര്യമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇതുവരെ ഇവിടെ കയറുകയോ വരുമോ ഒന്നും ചെയ്തിട്ടില്ലാത്ത കേട്ടോ. ഇപ്പം തന്നെ ഹോസ്പിറ്റൽ എത്താറായപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം. കാരണം നല്ലൊരു തെളിച്ചമൊക്കെയുള്ള സ്ഥലം. നേരത്തെ തൊട്ടാണ് ഇതിനെ വരുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഹോസ്പിറ്റലിലെത്തും. ഒരു 5 മിനിറ്റ് പോലും കൂടെ വേണ്ട, അപ്പോഴേക്കും ഹോസ്പിറ്റലിലെത്തും.
അപ്പോൾ ബ്ലഡൊക്കെ കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ ഇറങ്ങി കേട്ടോ. ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു പോകും, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും കിട്ടും. ഇനി അടുത്ത ആഴ്ച സ്കാനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അന്ന് കാണാം.